അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഫസ്റ്റ്ലി നമ്മളൊന്ന് ആലോചിക്കണം, ഒന്ന് ചിന്തിക്കണം, എന്തിനാണ് അവരങ്ങനെ പറയുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ്. സോ വേറെ ഒന്നും കൊണ്ടല്ല, ഇറ്റ്സ് എ പക്ക ഹോർമോണൽ ഡിഫക്റ്റ്. അതിപ്പോഴല്ല, ഒരു കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിൽ വളരുന്ന സമയത്ത് തന്നെ ആ കുഞ്ഞിൻ്റെ ശരീരത്ത് വളർന്നു വരുന്ന ക്രോമസോംസ് ചിലർക്ക്, എനിക്ക് അതിൻ്റെ മലയാളം കുറച്ച് എനിക്ക് ടഫാണ് മലയാളം സൈഡ്, അതുകൊണ്ട് അത് എക്സാക്ട്ലി എനിക്കറിയത്തില്ല. ഞാൻ പറയുന്ന വേർഡിങ്സ് ദയവേത് നിങ്ങൾ വേണമെങ്കിൽ അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ മലയാളത്തിൻ്റെ എക്സാക്ട് വേർഡിങ്സ് ചിലത് കിട്ടും. എനിക്ക് അത്രയും എനിക്കത് അറിയാത്തതുകൊണ്ട് ഞാനത് ഓപ്പൺലി പറയുന്നത്. സോ ആ ക്രോമസോംസ് ചിലത് വന്ന് മീൻസ് നമുക്ക് നോർമലി എക്സ് ആൻഡ് വൈ വരും അല്ലേ, ആ ഒരു ഇതിലാണ് നമ്മൾ ഒരു കുട്ടി ആണാണോ പെണ്ണാണോ അങ്ങനെ ഡിഫറൻസിയേഷൻ ചെയ്യുന്നത്. ബട്ട് ആ സമയത്ത് ഈ ക്രോമസോംസിൻ്റെ വേരിയേഷൻസ് യൂട്രസിനുള്ളിൽ വളർച്ചയുടെ ടൈമിൽ വരികയും ആ വേരിയേഷൻസ് ഉണ്ടാകുമ്പോൾ തന്നെയാണ് നമ്മുടെ ഇത് ഹോർമോണൽ ഗ്രോത്ത് ഉണ്ടാകുന്ന ടൈമിൽ തന്നെ തലച്ചോറിലേക്ക് നമുക്ക് ആ ഒരു എഫക്റ്റ് ഇതായി കിട്ടി. ആ ഹോർമോണൽ ഡിഫക്റ്റ് കാരണം എക്സാക്റ്റ് ക്രോമസോംസ് എക്സാക്റ്റ് പൊസിഷനിലും അതിൻ്റെ പ്രോപ്പർ നമ്മളൊരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു വണ്ടിയുടെ കണ്ടീഷൻ നമ്മളൊരു ഇഞ്ചിൻ എടുത്ത് അത് പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്താലേ ആ വണ്ടി ഓടത്തുള്ളൂ അല്ലേ. അതിൻ്റെ സ്ക്രൂയിങ്ങും ഫിറ്റിങ്ങും എല്ലാം അവിടെ ഇവിടെ മാറ്റി ഇതാക്കി കഴിഞ്ഞാൽ അതിൻ്റെ അവസ്ഥ എന്താവും ചിന്തിച്ച് നോക്കൂ. സോ അതുപോലെ തന്നെയാണ് ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞ് വളർന്നു വരുമ്പോൾ അതിൻ്റെ ക്രോമസോമൽ വളർച്ചകൾ, അതിൻ്റെ ബോഡി ഫങ്ഷനിങ്, സോ അതെല്ലാമേ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അത് പുറത്ത് വരുമ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ഫ്യൂച്ചർ. സോ ആ സമയത്തുള്ള ക്രോമസോമൽ ഡിഫക്റ്റ് പ്ലസ് ഹോർമോണൽ, അതിനെ നമ്മൾ ഹോർമോണൽ ഡിഫക്റ്റ് എന്നും പറയും. സോ ക്രോമസോമൽ ഡിഫക്റ്റ് വിൽ ലീഡ് ടു ഹോർമോണൽ ഡിഫക്റ്റ് ഓൾസോ. ക്രോമസോംസ് എല്ലാം സെറ്റായതിനു ശേഷമാണല്ലോ പിന്നെ നമ്മുടെ ശരീരത്തിലേക്ക് ഹോർമോൺ, അതായത് മെയിൽ ഹോർമോണാണ് ഈസ്ട്രോജനും ഫീമെയിൽ ഹോർമോണാണ് പ്രൊജസ്ട്രോണും ഇതാവുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ ഹോർമോണിലുണ്ടാകുന്ന വ്യതിയാനവും ഒരു സെക്സ് ഡിഫറൻസിയേഷൻ മെയിൽ ആൻഡ് ഫീമെയിലിലേക്ക് കാറ്റഗറൈസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ച് വെളിയിൽ അച്ഛന് ഡോക്ടേഴ്സ് കൊണ്ടുവരുമ്പോൾ കുട്ടി ആണാണോ പെണ്ണാണോ എക്സ്റ്റേണൽ ബോഡി പാർട്ട് ഫിസിക്കലി നോക്കി അവർ ഡയഗ്നോസ് ചെയ്യും. അതെന്ന് പറയുന്നത് സെക്സാണ്, ഏത് സെക്സ് ആണെന്നോ, അതായത് പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ എന്നുള്ളതാണ് അവിടെ. അത് ആ ഒരു ഇത് മീൻസ് ഡയഗ്നോസ് ചെയ്തതിന് ശേഷം ഇത് ആൺകുട്ടിയാണ് ഇത് പെൺകുട്ടിയാണെന്ന് പറഞ്ഞതിന് ശേഷം അവിടെ ഫുൾ സ്റ്റോപ്പ് അല്ല വീഴുന്നത്. പക്ഷേ എല്ലാവരും അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുന്നു കുട്ടിയുടെ ജെൻഡർ ഇതാണെന്നും പറഞ്ഞത്.